Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മൾ നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്തത് അറൌണ്ട് ഈ ഒരു റേഞ്ചിൽ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടെന്നും അവിടുന്ന് റിജക്ഷൻ എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ്. ബട്ട് വൺ മോർ തിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രെൻഡിൻ്റെ അറൌണ്ട് 61%, അതായത് 0.618 എന്ന് പറയുന്നത് നമ്മുടെ ഫിബ് റീട്രേസ്മെന്റ് പ്രകാരം ഒരു ഗോൾഡൻ റേഷ്യോ ആണ്. ഇത് നോർമലി ഒന്നെങ്കിൽ 0.5 അല്ലെങ്കിൽ 0.618 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് എന്ന് നമുക്കറിയാം. പ്രൈമറി ട്രെൻഡിന്റെ 61% റീട്രേസ് ചെയ്തതിനു ശേഷം അവിടുന്ന് ഇത് ജസ്റ്റ് കൈൻഡ് ഓഫ് എ ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. സോ ദാറ്റ് മീൻസ് ഇവിടുന്ന് ട്രെൻഡ് മേ ബി താഴോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് ഹിന്റ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു നെഗറ്റീവ് ക്യാൻഡിൽ 0.618 വന്നിരിക്കുകയാണ്. ഒന്നെങ്കിൽ ഇത് ഹോൾഡ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയെന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് മേ ബി താഴെയുള്ള ഈ ഒരു ഗ്യാപ്പും അതിനുശേഷം ഇവിടെയുള്ള ഗ്യാപ്പും ഫിൽ ആവാനായിട്ടും ഒരു 19200 വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ലെവലായിട്ട് പിന്നെ ആക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് പോകണോ അതോ മുകളിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് തിരിച്ച് പോകണോ എന്ന് നിഫ്റ്റി ഡിസൈഡ് ചെയ്യും. സോ കറൻ്റ്ലി ഇവിടെ ഒരു ലെവൽ ഓഫ് നെഗറ്റിവിറ്റി ഉണ്ട്. ദാറ്റ്സ് വാട്ട് വി സീ ഇൻ ഡെയിലി ക്യാൻഡിൽ. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റിയിൽ ആക്ച്വലി നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ അവർലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ബാങ്ക് നിഫ്റ്റി ഒരു ഫ്ലാഗ് ആൻഡ് പോൾ ഫോർമേഷൻ ആണ്. ഇമ്മീഡിയറ്റ്ലി ഷോർട്ട് ചെയ്ത്, കാരണം ബാങ്ക് നിഫ്റ്റി ചെറിയൊരു അപ്സൈഡിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു സൈഡ് വേസ് കൺസോളിഡേഷൻ ബാങ്ക് നിഫ്റ്റി ഇൻഫാക്ട് ബ്രേക്ക് ചെയ്തിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടാർഗറ്റ് അറൌണ്ട് ഒരു 43,900 950 സോണായിരുന്നു. കാണാം ഈ പറഞ്ഞതുപോലെ തന്നെ 5 മിനിറ്റിൽ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്തിരുന്നു അറൌണ്ട് ഒരു 850 900 സോണിൽ നിന്ന്. പക്ഷേ ഈ ബ്രേക്ക് ഔട്ട് ഫെയിലായിട്ട് ഓൾമോസ്റ്റ് ഒരു ലോവർ ലെവലിൽ വന്നിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സോ ബാങ്ക് നിഫ്റ്റിക്കകത്തും ഹയർ ലെവൽസിൽ സെല്ലേഴ്സ് ഉണ്ടെന്നാണ് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ഒരു ഫോർമേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇന്ന് സെൻസെക്സ് എക്സ്പയറി ആയതുകൊണ്ട് സെൻസെക്സിന്റെ ഒരു അനാലിസിസും കൂടെ ചെയ്യാം. ഓക്കെ, സെൻസെക്സിലും നമുക്ക് കാണാം നിഫ്റ്റിയുടെ ഓൾമോസ്റ്റ് റെപ്ലിക്കയാണ് ഈ ഒരു അറൌണ്ട് 61% റീട്രേസ്മെന്റിൽ നമുക്കൊരു നെഗറ്റീവ് ക്യാൻഡിൽ വന്നിരിക്കുക. സോ ഇത് ഓൾറെഡി 1-2 ടൈംസ് ടെസ്റ്റഡ് ആണ്. സോ മോസ്റ്റ് ലൈക്ലി താഴോട്ട് വരുവാണെങ്കിൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തൊരു 64,500 റേഞ്ച് വരെ ഇനീഷ്യലി വരാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് അത് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ഒരു ഡീപ്പർ കറക്ഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. സോ റൈറ്റ് നൗ നമുക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എടുക്കാം. സോ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇൻ കേസ് ഇവിടെ എവിടെയെങ്കിലാണ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ തന്നെ ഇതിൻ്റെ മുകളിലോട്ടുള്ള കോൾസ് എല്ലാം സെല് ചെയ്യുന്നത് കൈൻഡ് ഓഫ് സേഫ് ആയിരിക്കും. ഇൻ കേസ് ഈ ഒരു ഗ്യാപ്പ് ഫിൽ ആയാലും ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇൻ കേസ് ഇതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് അറൌണ്ട് 65,000 എങ്കിൽ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു സൈഡ് വേസ് മൊമെന്റത്തിൽ കൺസോൾഡേറ്റ് ചെയ്ത് മേ ബി ഇവൻച്വലി 65,100 ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. ഫ്ലാറ്റ് ഓപ്പണിംഗ്, ബിറ്റ് ഓഫ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലും ഐ വുഡ് കൺസിഡർ ദിസ് ബിറ്റ് നെഗറ്റീവ്. നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഇനീഷ്യലി ഫിൽ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ആയിരിക്കും മാർക്കറ്റിന് വരുന്നത്. സോ കൈൻഡ് ഓഫ് ഒരു കോൾ സെല്ലിംഗ് ഡേ ആണെന്ന് തോന്നുന്നു. ഇന്ന് സ്ട്രാറ്റൽ ബിറ്റ് ഡിഫിക്കൽട്ട് ആയിരിക്കും, കാരണം മാർക്കറ്റിന് കുറച്ച് റേഞ്ചിൽ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈവൻ താഴെ ഈ ഒരു ഗ്യാപ്പ് ഇതുവരെ ഫിൽ ആയിട്ടില്ല 64,100. സോ ഇതാണ് സെൻസെക്സിന്റെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ്. നമുക്ക് FIDA ഡേറ്റ നോക്കാം. FIDA ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കോൾസിന്റെ ഓൾമോസ്റ്റ് 3 ടൈംസ് പുട്ട്. സോ ദാറ്റ് ഈസ് എ നെഗറ്റീവ് തിങ്. ഇതൊരു നെഗറ്റീവ് സൈൻ ആണ്. ആൻഡ് സ്റ്റോക്കിൽ പിന്നെയും സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ബിറ്റ് ഓഫ് വറിയിങ് സൈൻ. പിന്നെ അതേപോലെ തന്നെ ഫ്യൂച്ചർ OI സ്റ്റിൽ സ്ട്രോങ്ലി നെഗറ്റീവ് ആണ്. സോ ഇതെല്ലാം കാരണം തന്നെ ഒരല്പം നെഗറ്റിവിറ്റി മാർക്കറ്റിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. So yeah, that's all. Trade safe. Take care. Bye.